മിസാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചമാങ്ങ കറിയിലിടുമ്പം ഉടയാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുകൂടാതെ ഞാൻ സാധാരണ മാങ്ങയിട്ട് വയ്ക്കാറുള്ള ചാള മീൻകറി എങ്ങനെയാണെന്നും വളരെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. മാങ്ങയുടെ സീസണിൽ മിക്കവരും ചാള അതിലേക്ക് മാങ്ങയിട്ടായിരിക്കും വെക്കാറല്ലേ. മിക്ക പുളിയുള്ള മാങ്ങകളും മീൻകറിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ചില മാങ്ങകൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ നമ്മുടെ മീൻ വേകുന്നതിന് മുമ്പായിട്ട് മാങ്ങയൊക്കെ ഉടഞ്ഞ് കലങ്ങിപ്പോകും. ഇത് കറിയിലിട്ടാൽ കലങ്ങിപ്പോവാത്ത അത്യാവശ്യം നാരുള്ള മാങ്ങയാണ്. നമ്മൾ പഴമാങ്ങ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിന് പറ്റിയ മാങ്ങയാണ് കേട്ടോ ഇത്. കോമാങ്ങ പോലെ നാരുള്ള നാട്ടുമാങ്ങ ഒന്നും തന്നെ കറിയിൽ കലങ്ങിപ്പോവില്ല. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും കലങ്ങുന്ന മാങ്ങയാണെങ്കിൽ. കണ്ടോ, ഇത് നാരുള്ള മാങ്ങയാണ്. കട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഒരു പിടുത്തം ഉണ്ടാകും, പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. മൂവാണ്ടൻ മാങ്ങ, വെള്ള മാങ്ങ എന്ന് പറയുന്നൊരു നാട്ടുമാങ്ങ, ഇതൊക്കെ നാരുപിടുത്തം കുറവുള്ള മാങ്ങയായിരിക്കും. അതൊക്കെ കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ കറിയിലിടാൻ വാങ്ങിച്ച ഈ ഒരു മാങ്ങ ഏത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനൊട്ടും നാരുപിടുത്തം ഇല്ലാത്ത മാങ്ങയാണ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ തോലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. മിക്ക മാങ്ങയും തോലോട് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും, തോലിന് കയ്പ്പ് ഉണ്ടാവും. ചില മാങ്ങയുടെ തോലിന് കയ്പ്പ് ഉണ്ടാവില്ല, മീൻകറിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ കറിയുടെ കളറ് വല്ലാണ്ട് മാറും, ഒരു ഡാർക്ക് കളർ വരും. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഞാൻ തോലൊക്കെ കളഞ്ഞിട്ടാണ് മീൻകറിയിലിടാറേ. ഇത് കട്ട് ചെയ്യുമ്പോൾ നോക്കി ഒട്ടും പിടുത്തമില്ല. നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് പെട്ടെന്ന് അലിഞ്ഞു പോണ മാങ്ങയാണ്, ഈ നാര് കുറവായ മാങ്ങയാണെന്ന് നമുക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുമേ. അപ്പോൾ മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞിട്ടും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ ചോനയൊക്കെ പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തോരം മാങ്ങ വേണം അത്രയും മാങ്ങ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറിയിൽ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഈ മാങ്ങയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പൊട്ടും കൂടി പോകരുത്, കുറഞ്ഞു പോയാലും നമുക്ക് കറി വെക്കുമ്പം ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂടിപ്പോയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പച്ചമാങ്ങ ഉപ്പ് പുരട്ടി ഒരു 10-15 മിനിറ്റ് എടുത്ത് വെച്ചിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇത് കലങ്ങിപ്പോവില്ല. അപ്പോൾ ആ ടൈപ്പ് 2 മാങ്ങ ഉണ്ടായതിൽ ഒന്ന് ചാള തേങ്ങ അരച്ചും പിന്നെ ചാള മുളക് ചാറാണ് വെച്ചത്. മുളക് ചാറിലെ മാങ്ങ ഒട്ടും കലങ്ങിപ്പോയിട്ടില്ല, ഇതുപോലെ തന്നെ വെച്ചതാണ്. 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ മാങ്ങയിട്ട ചാള മുളക് ചാറിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാൻ സാധാരണ മാങ്ങയിട്ട് വയ്ക്കാറുള്ള സാധാ മീൻകറി ഇങ്ങനെയാണ്. 1 കപ്പ് തേങ്ങയിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അരപ്പ് മൊത്തം ചട്ടിയിൽ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കലങ്ങിപ്പോവാത്ത നാരുള്ള മാങ്ങയാണ് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് 2 പച്ചമുളകും പൊട്ടിച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കറി നന്നായിട്ട് തിളയ്ക്കുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ മീനും ചാളയും ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഉള്ളിയും കറിവേപ്പിലയും താളിച്ച് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ കറിയാണെങ്കിലും ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വയ്ക്കാത്തവർ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്